നിങ്ങൾ പ്രായമായിരിക്കുന്നു എന്ന കാരണത്താൽ റെസ്പെക്ട് ചെയ്യില്ല. പ്രായത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒന്നില്ല. ഇനി ഒരു കാലത്തും നമ്മൾ പ്രായത്തെ അല്ല റെസ്പെക്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടി പറഞ്ഞ്, എന്തുകൊണ്ടാണ് പഴയ കാലത്ത് പ്രായമായവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നത്? പ്രായമായവരെ ബഹുമാനിച്ചിരുന്നത് അവർ പ്രായമായതുകൊണ്ടല്ല. ആദ്യകാലത്ത് നമ്മുടെ അറിവ് വായ്മൊഴിയായാണ് കൈമാറി വന്നിരുന്നത്. വരമൊഴി ഉണ്ടാകുന്നതിന് മുൻപ് വായ്മൊഴിയായി അറിവ് കൈമാറി വന്നിരുന്ന കാലത്ത് അറിവിന്റെ ഇരിപ്പിടം ഏറ്റവും പ്രായമായവരാണ്. എല്ലാ അറിവുള്ള ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള ആളാണ്. എപ്പോൾ നെല്ല് വിതയ്ക്കണം, എപ്പോൾ കൊയ്യണം, എപ്പോൾ മഴ പെയ്യും, എപ്പോൾ ഒരു മുറിവുണ്ടായാൽ എന്ത് മരുന്ന് തേക്കണം, ഇതെല്ലാം നമ്മൾ ചെന്ന് ചോദിച്ചിരുന്നത് കാർന്നവന്മാരോടാണ്. ആ അറിവിന്റെ ഇരിപ്പിടമായിരുന്നു മുതിർന്നവർ എന്നതുകൊണ്ടാണ് വളർന്നു വരുന്നവർക്ക് മുതിർന്നവരോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നത്. പ്രായത്തെ അല്ല ബഹുമാനിച്ചിരുന്നത്, ആ പ്രായമായവരിൽ നിക്ഷിപ്തമായിരുന്ന അറിവിനെയാണ് ബഹുമാനിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ കുറച്ച് അവെയർ ആവേണ്ടതുണ്ട്. ഇൻഡിവിജ്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. നമ്മളൊക്കെ ജനിച്ചത് കുട്ടികളായിട്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾ ജനിക്കുന്നില്ല, ഇപ്പൊ വ്യക്തികളെ ജനിക്കുന്നുള്ളൂ. ഇൻഡിവിജ്വൽസ് ജനിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ കുട്ടികളായി ജനിച്ചവരാണ്. കുട്ടികൾ എന്ന് പറയുന്നത് നല്ലതൊന്നായിരുന്നു. എല്ലാവർക്കും മേടാനുള്ള ചെണ്ടയാണ് കുട്ടി. ഇന്ന് കുട്ടികളില്ല. ഒരാളെയും മേടാൻ അവർ സമ്മതിക്കില്ല. അവർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിന് പകുത്തു കൊടുത്താലും നമ്മൾ അവരെ മേടാൻ ചെന്നാൽ അവർ ചോദ്യം ചെയ്യും. അപ്പൊ ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലേ, വസ്ത്രം വാങ്ങിച്ചെന്നില്ലേ, ലാപ്ടോപ്പ് വാങ്ങിച്ചെന്നില്ലേ, നിന്നെ നോക്കുന്നില്ലേ, ഫീസ് അടക്കുന്നില്ലേ? ഒരു കാര്യമില്ല. അവർക്ക് ആദ്യം വേണ്ടത് അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന മുതിർന്നവരെയാണ്.